ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ എന്ത് സാധനമാണ് ഓർണമെൻറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എൻ്റെ കൂടെ യാരും ഉണ്ട്, നോക്ക്. യെസ്, അക്ഷരയുണ്ട്, കുക്കു, ചിറ്റ, കിച്ചു. ഞങ്ങൾ ഇത്രയും പേരായിട്ടാണ് ഓർണമെൻറ്റ്സ് നോക്കാൻ പോണത്. അപ്പം കുറേ കടയിലൊക്കെ കയറി റെൻറ്റും പ്ലാൻ ഉണ്ട്. അതേപോലെ നമുക്ക് സ്വന്തമായിട്ട് കിട്ടുകയാണെങ്കിൽ അങ്ങനെയും നോക്കാമെന്ന് പ്ലാൻ ഉണ്ട്. അപ്പോൾ എന്താണെന്ന് നമുക്കറിയില്ല. വെറുതെ കയറിയൊക്കെ പോയിട്ട് ഇങ്ങോട്ട് വരാം. ഓക്കെ, അപ്പോൾ കാണാം. തമ്മനത്ത് തന്നെ എവിടെയോ ഒരു കടയുണ്ടെന്ന് കേട്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നേക്കണത്. അപ്പോൾ ചിറ്റയാണ് ഇങ്ങനെ ഒരു കടയുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് അവിടെ ഒന്ന് ചവിട്ടി നോക്കാമെന്ന് ഓർത്ത് കയറി. ഇതിന് മാച്ച് ചെയ്യണ പോലത്തെ എന്റെ അമ്മ പറഞ്ഞ ചെറുപ്പത്തിൽ പൊട്ടിക്കല്ലേ ബാക്കിലേക്ക് ഇല്ലേ നോക്ക് മഴ ഞങ്ങളെല്ലാം ഇട്ട് നോക്കിയത്, ഗോൾഡ് ഇട്ട് നോക്കിയിട്ടുണ്ട്, ഇതേപോലെ വൈറ്റ് പേൾസിൻ്റെയും അതേപോലെ കുന്തനും ഒക്കെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഏറ്റവും നന്നായിട്ട് കയറുന്നത് ഏതാണോ അത് ട്രൈ ചെയ്യാമെന്ന് ഓർത്തിട്ടായിരുന്നു. ഈ ഒരു പീസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ആ ഡ്രസ്സിൻ്റെ കൂടെ അങ്ങോട്ട് കയറാനായിട്ട് തോന്നിയില്ല. മറ്റ് കടയിലും കൂടി കയറി നോക്കിയിട്ട് ഫിക്സ് ചെയ്യാമെന്ന് ഓർത്ത് അവിടെ നിന്ന് ഇറങ്ങി. കുക്കുവിൻ്റെ +2 സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ദാദാ കുക്കുവിൻ്റെ സ്കൂളിൽ എത്തിയിരിക്കുകയാണ്. അക്ഷയ് ഈസ് നോട്ട് കമ്മിങ്. വൈഡാ കമ്മിങ്, കമോൺ വൈ. അങ്ങനെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കിട്ടി. ഞങ്ങൾ അടുത്ത കട ഗൂഗിൾ തപ്പി ഞങ്ങൾ പോണേണ്. അടുത്ത കടയിൽ വന്നിട്ടുണ്ട്, എന്താവോന്ന് അറിയില്ല. കുക്കു ഇട്ടിരിക്കണത് എൻ്റെ ഡ്രസ്സാണ്. ഞങ്ങൾ അവിടെ വെച്ചിട്ട് ബ്ലൗസ് ചേഞ്ച് ചെയ്തപ്പോ കുക്കു എൻ്റെ ഡ്രസ്സ് ഇട്ടു. രണ്ട് കടയിൽ കയറി. പക്ഷെ അങ്ങോട്ട് ഒരു സെറ്റ് ആവാത്താണ്. ഞങ്ങൾ ഇനി നമ്മുടെ എറണാകുളത്തുള്ള ഉർവശിയിലൊക്കെ ഒന്ന് പോവാന്ന് ഓർത്ത് ഗുഡ്വില്ലും അയ്യോ ഇവിടെ പൈസ വയ്ക്കും. അങ്ങനെ ഞങ്ങൾ കൊല്ലം സുപ്രീമും ഉണ്ട്, ഇവിടെ ഗുഡ്വില്ലും ഉണ്ട്. വാവ്, അതൊക്കെ സ്വന്തമായിട്ട് എടുക്കാനാണ് പ്ലാൻ. കുക്കുവിൻ്റെ കണ്ണ് പെട്ടെന്ന് ഈ ഒരു റെൻ്റൽ ഷോപ്പിൽ ഉടക്കി. ഞങ്ങൾ മറ്റേ ഇവിടെ പോകാൻ വേണ്ടി ഇരിക്കണായിരുന്നു. എവിടെയാടാ? കളരിക്കല, എന്താണ്, കൊല്ലം സുപ്രീമിൽ കയറാന്ന് വെച്ചിരുന്നപ്പോഴേക്കും ഇതൊന്നും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ റെൻ്റലല്ല, ഇവിടുത്തെ ആളില്ല. നമ്മൾ എന്തെങ്കിലും ഇവിടെ നിന്ന് സെറ്റ് ചെയ്തിട്ടും പോവായിട്ട് ഇല്ല. അപ്പൊ അവിടെ അന്വേഷിച്ചപ്പോ ആ ചേട്ടൻ ചായ കുടിക്കാൻ പോയിക്കണേന്ന് അറിഞ്ഞു. എന്നാൽ വരണ വരെ നമുക്ക് ഉർവശിയിലൊന്ന് കയറാമെന്ന് ഓർത്ത് ഉർവശി കയറി. ചിറ്റ ഓരോ കമ്മലൊക്കെ ഇട്ട് നോക്കി. അപ്പൊ അതിൽ ഇഷ്ടപ്പെട്ട ഒരു കമ്മല് ചിറ്റ അങ്ങോട്ട് എടുത്തു. ഈ ഒരു പതക്കം പോലത്തെ കമ്മല് നല്ലതാണ്. ഇങ്ങനെ നിറഞ്ഞ കിടക്കണ്ട്. അതെ അതെ, ചിറ്റ ഒരു കമ്മല് മേടിച്ചു. നമ്മുടെ പർച്ചേസ് കഴിഞ്ഞ് നമ്മൾ കടയിലെത്തിയപ്പോഴേക്കും ചേട്ടൻ അവിടെ എത്തി കഴിഞ്ഞു. എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണിച്ചപ്പോൾ ചേട്ടൻ ഒരുപാട് സാധനങ്ങൾ സജസ്റ്റ് ചെയ്തു. അവസാനം ഈ കാണുന്ന പീസ് നമ്മളങ്ങോട്ട് സെറ്റ് ചെയ്തു കേട്ടാ.
മറ്റേ കയ്യില് എൻഗേജ്മെന്റ് റിംഗ് ആവുമ്പോ കറക്റ്റ് ഈ വിരല് നല്ല രസമുണ്ട്. ഈ വിരലുകൾ കാണുമ്പോ വയസ്സായി തോന്നുന്നു. എല്ലാവർക്കും ഇങ്ങനെയാണോ? വെച്ചാ എനിക്ക് വെച്ചാൽ ഞാനല്ല മണവാട്ടി. എന്റെ മുടി മൊട്ടച്ചാണ്. ഇങ്ങനെ വെക്കണ്ട തോന്നണ ഇതൊക്കെ എടുക്കാനുള്ള പ്ലാനിലാണ്, വെറുതെ നിൽക്കണ്ട്. അല്ല എന്താ ഒരാള് വിളിക്കണേ ആദ്യം അവിടെ കേറണം. ഭരതനാട്യത്തിനൊക്കെ മൂക്ക് മറ്റേ സാധനം ഞെക്കിയിട്ടില്ല, അതുപോലെ ഞെക്കണം. അതും വേണം. ആക്ച്വലി ഇതൊക്കെ നമുക്ക് നമ്മളാട്ടും. ഇത് വേണ്ട. എനിക്കിഷ്ടപ്പെട്ട്. അയ്യോടാ, ഒരാളെവിടെ വേണമെങ്കിൽ ഇരുന്നോ. പാവം ചേട്ടനാ കിട്ടുന്നുണ്ടല്ലോ, ഇരിക്കാൻ പാടില്ല നിങ്ങൾക്ക്. ഇതല്ല അവന്റെ പെട്ടികളാണ് കേട്ടോ. ബുക്കും അവിടെ ഇരുന്നു. ഇതൊന്ന് വീണ്ടും വെയർ ചെയ്ത് നോക്കണം കേട്ടോ. അവസാനം കുറച്ച് ഓവറാണെന്നൊരു ഡൗട്ട് ഉണ്ട്. എന്നാലും വീഡിയോയില് കറക്റ്റ് കളർ കാണിക്കും. ഇത് ഇങ്ങനെയാണ്, ഇങ്ങനെ ഇരിക്കണം. എങ്ങനെയുണ്ട് ഗായ്സ്? ഇവിടെ വരെ മതി. പക്ഷെ ഇങ്ങനെയൊന്നും ആയിരിക്കൂല സ്റ്റേജില്. അങ്ങനെ ഞങ്ങൾ ഇത് ഫിക്സ് ചെയ്തു. നീങ്ങ ഇവളുടെ കണ്ണ്, അയ്യേ കണ്ണ് തിരിഞ്ഞു കഞ്ചാവ് എടുത്ത പോലെ. ഗൈസ്, ഇതാണ് എൻ്റെ ലുക്ക്. കൊള്ളാമോ? എങ്ങനെയുണ്ട് എൻ്റെ മേക്കപ്പ് ലുക്കും ഓർണമെൻറ്റ്സും ഡ്രസ്സും എല്ലാം ഒരുമിച്ച് വന്നപ്പോൾ? ശരിക്കും ഒരു കൺഫ്യൂഷനായിരുന്നു. പക്ഷെ എല്ലാം കൂടി വന്നപ്പോഴേക്കും നല്ല ഭംഗിയുണ്ടായി. ഇതുവരെ കാണാത്തൊരു ലുക്കായിരുന്നു എനിക്ക്. എല്ലാവരും പറഞ്ഞു എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടു. എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനിയിപ്പോൾ എൻഗേജ്മെൻറ്റിൻ്റെ വിശേഷങ്ങൾ അടുത്തൊരു വ്ളോഗിലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതും കാണണം എല്ലാവരും. അപ്പോൾ നമുക്ക് ഈ ഒരു വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വ്ളോഗ്. അപ്പോൾ പിന്നെ കാണാം. ബൈ ബൈ.